ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇതിലെ എക്സസൈസ് 5.2ലെ ക്വസ്റ്റ്യൻ നമ്പർ 17 മുതലാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 17th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 20th ടേം ഫ്രം ദ ലാസ്റ്റ് ടേം ഓഫ് ദ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ 3, 8, 13 എക്സെട്ര 253 ചെയ്ത് നോക്കാം. ഇവിടെ ഫസ്റ്റ് ടേം a is equal to 3 ആണ്. അതുപോലെ കോമൺ ഡിഫറൻസ് b is equal to 8 minus 3 equal to 5 കിട്ടും. ഇനി ഇവിടുത്തെ ലാസ്റ്റ് ടേം 253 ആണ്. ഇത് നമുക്ക് nth ടേം ആയിട്ട് എടുക്കുന്നില്ല, കാരണം nth ടേം നമുക്ക് വേറെ 20th ടേം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ടൈം തൽക്കാലം L എന്ന് വിചാരിക്കും. L is equal to 253 ആണ്. ഇനി ഇവിടെയുള്ള പ്രത്യേകത, നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഒരു ടൈമിൽ നിന്ന് കൂട്ടി അടുത്ത ടൈമിലേക്ക് എത്തി 20th ടൈം അല്ല കാണാൻ പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ടൈമിൽ നിന്നും തിരിച്ച് പുറകോട്ടാണ് നമുക്ക് 20ാമത്തെ ടൈം വേണ്ടത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് an is equal to a plus n minus 1 into d ആണ്. അപ്പോൾ നമുക്കിവിടെ ഇതിലെ ഫസ്റ്റ് ടൈം എനെ നമുക്ക് ആ ലാസ്റ്റ് ടൈം ആയിട്ട് എടുക്കും. ഈ എൽ അതിൽ 253 നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നും പുറകോട്ടാണ് പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷനെ മാറ്റിയിട്ട് an is equal to l minus n minus 1 into d എന്ന് എടുക്കുന്നു. സാധാരണ ഇക്വേഷനുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ലാസ്റ്റ് ടൈമിൽ നിന്നും പുറകോട്ട് എടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യാൻ എളുപ്പത്തിന് ഇക്വേഷനെ ചെറുതായിട്ടൊന്ന് മാറ്റി എഴുതുന്നു മാത്രമേ ഉള്ളൂ. ചെയ്യുന്ന രീതിയെല്ലാം പഴയ പോലെ തന്നെ. ഇവിടെ നമുക്ക് 20th ടൈം ആണ് വേണ്ടത്. a 20 ഈക്വൽ ടു l മൈനസ് 20 മൈനസ് 1 ഇൻറ്റു ഈക്വൽ ടു ഇവിടുത്തെ പുറകോട്ട് എടുക്കുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം, അതായത് ഈ പ്രോഗ്രഷൻ്റെ ലാസ്റ്റ് ടൈം 253 മൈനസ് 20 minus 1 19 equal to 253 minus 19 into ഇവിടുത്തെ d നമുക്കറിയാം 5 ആണ്. 19 into 5 equal to 253 minus 19 into 5 95. 820 equal to 253 minus 95 equal to 158. Thus the 28th term from the last term of the given arithmetic progression is 158. ഇനി ഇതിലെ 18th question, the sum of the 4th and 8th terms of an arithmetic progression is 24 and the sum of the 6th and 10th terms is 44. Find the first 3 terms of the arithmetic progression. ചെയ്ത് നോക്കാം. ഇവിടെ സം ഓഫ് ദ 4th and 8th ടേംസ്. അപ്പോൾ 4th and 8th ടേംസ്, 4th ടേം A4 എന്നും 8th ടേം A8 എന്നും എടുത്താൽ സം ഓഫ് 4th and 8th സെറ്റ്. അപ്പോൾ A4 എന്ന് പറയുന്നത് ഈക്വൽ ടു ഇത് A plus 3D ആണ്. അതുപോലെ A8 എന്ന് പറയുന്നത് A plus 7D ആണ്. അപ്പോൾ സം ഓഫ് 4th ടേം ആൻഡ് 8th ടേം, അതായത് A4 പ്ലസ് A8 ഈക്വൽ ടു A പ്ലസ് 3D പ്ലസ് A പ്ലസ് 7D ഈക്വൽ ടു സം ഓഫ് 4th ആൻഡ് 8th ടേം ഈസ് 24 ആണ്, ഈക്വൽ ടു 24. അപ്പോൾ ഇവിടെ A പ്ലസ് 3Dയും A പ്ലസ് 7Dയും, അപ്പോൾ 2A പ്ലസ് 7 plus 3 10D ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഇത് എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്കിതിനെ ചെറുതാക്കി എഴുതാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് A പ്ലസ് 5D ഈക്വൽ ടു 12 എന്ന് കിട്ടും. നമുക്ക് അടുത്ത ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തത് നമുക്ക് ഇക്വേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രോഗ്രഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോമിലേക്ക് ഇപ്പോൾ തന്നെ മാറ്റി വെക്കുന്നു. അപ്പോൾ A ഈസ് ഈക്വൽ ടു 12 കൂടെയുണ്ട്, ഈ 5Dനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും, മൈനസ്
5d എന്ന് കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി അവിടെ വെച്ചു. ഇനി ഇപ്പോൾ 6th ടേം a6 ഈക്വൽ ടു a പ്ലസ് 5d ആണ്. അതുപോലെ 6th ആൻഡ് 10th ടേം ആണ്. ഇപ്പോൾ 10th ടേം a10 ഈക്വൽ ടു a പ്ലസ് 9d ആണ്. സം ഓഫ് 6th ആൻഡ് 10th ടേം. അപ്പോൾ ഇതിൻ്റെ സം a6 പ്ലസ് a10 ഈക്വൽ ടു a പ്ലസ് 5d പ്ലസ് a പ്ലസ് 9d ഈക്വൽ ടു 2a പ്ലസ് 14d ഈക്വൽ ടു നമുക്ക് 44 ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു 40. ഇതിനെ നമുക്ക് ചെറുതാക്കാം. നേരത്തെ ചെയ്തതുപോലെ എല്ലാ ഈവൻ നമ്പേഴ്സാണ് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ a പ്ലസ് 14ൻ്റെ പകുതി 7d ഈക്വൽ ടു 22 നമുക്ക് കിട്ടുന്നു. നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. നമുക്ക് തുടർന്ന് ചെയ്യുവാണ്. നമുക്ക് എയുടെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ആക്കി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a is equal to 12 minus 5d എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ 12 minus 5d എയ്ക്ക് പകരം നമ്മൾ 12 minus 5d എന്നുള്ള വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ നമ്മൾ ചെയ്ത് വെച്ച് അവിടെ നിർത്തിയിട്ടുണ്ട്. a ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് a പ്ലസ് 7d ഈക്വൽ ടു 22 എന്നൊരു ഇക്വേഷൻ കിട്ടി. ഈ ഇക്വേഷനിൽ നമ്മൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എയ്ക്ക് പകരം 12 മൈനസ് 5d എന്ന് എഴുതി. ഇനി പ്ലസ് 7d ആണ് ഈക്വൽ ടു 22. അപ്പോൾ 12 മൈനസ് 5d പ്ലസ് 7d ഈക്വൽ ടു 22. അപ്പോൾ ഇവിടെ 12 മൈനസ് 5dയും 7dയും കൂടെ കൂട്ടിയാൽ പ്ലസ് 2d ഈക്വൽ ടു 22 എന്ന് കിട്ടുന്നു. അപ്പോൾ 2d ഈക്വൽ ടു 22 മൈനസ് 12 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ 2d ഈക്വൽ ടു 22 മൈനസ് 12 നമുക്ക് 10 എന്ന് കിട്ടുന്നു. Therefore e is equal to 10/2 5 എന്ന് കിട്ടി. ഇതിൽ നമുക്ക് ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എയുടെ വാല്യൂ കിട്ടും. a is equal to 12 മൈനസ് 5d ആണ്. അപ്പോൾ 12 മൈനസ് 5d ഈക്വൽ ടു 12 മൈനസ് 5 ഇൻറ്റു 5 ഈക്വൽ ടു 12 മൈനസ് 25 ഈക്വൽ ടു മൈനസ് 13 എന്ന് കിട്ടി. ഇവിടെ a ഈക്വൽ ടു മൈനസ് 13 എന്നും b ഈസ് ഈക്വൽ ടു 5 എന്നും കിട്ടി. ഫൈൻഡ് ദ ഫസ്റ്റ് 3 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാം a1 അതായത് a ഈസ് ഈക്വൽ ടു മൈനസ് 13 ആണ്. അതുപോലെ a2 ഈസ് ഈക്വൽ ടു a പ്ലസ് d ആണ് ഈക്വൽ ടു മൈനസ് 13 പ്ലസ് 5 ഈക്വൽ ടു മൈനസ് 8 എന്ന് കിട്ടി. ഇനി a3 ഈക്വൽ ടു മൈനസ് 8 പ്ലസ് d ആണ് പ്ലസ് 5 ഈക്വൽ ടു മൈനസ് 3. അപ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈക്വൽ ടു മൈനസ് 13, മൈനസ് 8, മൈനസ് 3, x. ഫസ്റ്റ് 3 ടൈംസ് കിട്ടി. നമ്മൾ ഒരു പ്രോഗ്രഷൻ ഫോം ചെയ്തു. ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. മൈനസ് 13, മൈനസ് 8, മൈനസ് 3, എക്സെട്ര.